ദൈവത്തെ മുറുകെ പിടിച്ചിട്ടും ഇന്നേ ദിവസം ലൈഫിൽ ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ചില വ്യക്തികൾക്ക് വേണ്ടിയാണ് ഈ സന്ദേശം. ചിലപ്പോൾ നിങ്ങൾ ചില സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വന്നു കാണും, പുറകോട്ട് നിങ്ങളെ മാറ്റി നിർത്തി കാണും. ചിലപ്പോൾ നിങ്ങളൊരു ഏകാന്തതയിലൂടെ കടന്നു പോവുകയായിരിക്കും. ആർക്കും നിങ്ങളെ കുറിച്ച് വലിയ പിടുത്തമില്ല. നിങ്ങൾ എവിടെ എന്താന്ന് പോലും അറിയാൻ മേല. നിങ്ങൾ മാറി നിൽക്കുകയാണ്, ചില ഏകാന്തതയിലൂടെ കടന്നു പോവുകയാണ്. ദൈവത്തെ മുറുകെ പിടിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു സന്ദേശം നൽകട്ടെ. ദൈവം നിങ്ങളെ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. ദൈവത്തിന്റെ ചില പ്രത്യേക നിയോഗങ്ങൾക്കും ഉദ്ദേശങ്ങൾക്കുമായി ദൈവം നിങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കെരീത്ത് എന്ന വാക്കിന്റെ അർത്ഥം ദ പ്ലേസ് ഓഫ് സെപ്പറേഷൻ എന്നാണ്. അതായത് ഏലിയ പ്രവാചകനെ ദൈവം കെരീത്ത് തോട്ടിനരികത്തേക്ക് മാറ്റി നിർത്തിയത് ഒരു ഏകാന്തതയുടെ അനുഭവമാണ്. പക്ഷെ ആ സ്ഥലത്തേക്ക് ദൈവം പ്രവാചകനെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതിന്റെ പിന്നിലുള്ള കാരണം തന്നെ പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. സറാഫത്തിലേക്കും പിന്നീട് ദൈവികമായ വിശ്വാസത്തിലും കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികൾക്കും സാക്ഷിയായി ഒരു കുടുംബത്തെയും ഒരു സമൂഹത്തെയും കർത്താവിങ്കിലേക്ക് കൊണ്ടുവരുന്നതിന്, അങ്ങനെ ഒരു തലമുറയെ കർത്താവിന് വേണ്ടി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ദൈവം ഏലിയ പ്രവാചകനെ ആ കെരീത്തിന്റെ എക്സ്പീരിയൻസിലേക്ക് വഴി നടത്തുകയായിരുന്നു. അവിടെ പ്രവാചകൻ പോലും തിരിച്ചറിയാത്ത തരത്തിൽ, അതായത് ആർക്കും പ്രവാചകൻ എവിടെയാന്ന് പോലും അറിയാൻ മേല, പ്രവാചകന് പോലും മനസ്സിലാകുന്ന അപ്പുറമായിട്ടുള്ള ദൈവിക സംരക്ഷണത്തിന് ഉള്ളിലായിരുന്നു പ്രവാചകനായിരുന്നത്. അന്നത്തെ ഏറ്റവും ശക്തരായ രാജാവ് ആഹാബ് രാജാവും ഇസബേലും പ്രവാചകൻ എവിടെയാണെന്ന് പല വിധത്തിൽ തപ്പിത്തെരഞ്ഞ് ഏതെങ്കിലും വിധത്തിൽ ഈ പ്രവാചകനെ കയ്യിലൊന്ന് കിട്ടിയാൽ കൊന്നുകളയുന്നതിന് വേണ്ടി പല വിധത്തിൽ തപ്പിത്തെരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എന്നാൽ പ്രവാചകൻ കർത്താവിന്റെ വലിയ സംരക്ഷണ വലയത്തിന്റെ ഉള്ളിൽ, ഏകാന്തതയാണ് പക്ഷെ അപ്പോൾ തന്നെ ആ വലിയ സംരക്ഷണ വലയത്തിന് ഉള്ളിലാണായിരുന്നത്. നമ്മളും തിരിച്ചറിയണം. ചിലപ്പോൾ ഇന്ന് നിങ്ങൾ ഏകാന്തതയിലൂടെ ഈ പ്രിപ്പറേഷൻ ടൈമിലൂടെ കടന്നു പോകുമ്പോൾ ഇതിനകത്തും കർത്താവിന്റെ വലിയൊരു സംരക്ഷണമുണ്ട്. അന്ന് ഏലിയ പ്രവാചകന് വേണ്ടി കാക്കയെ അയച്ച് കർത്താവ് ഭക്ഷണം ഒരുക്കി, അല്ലെ? ചിലപ്പോൾ ഇന്ന് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന ചില വ്യക്തികളാകാം, ചില സാഹചര്യങ്ങളാകാം. പക്ഷെ കർത്താവിന് അൺയൂഷ്വലായിട്ട് ഒന്നോർത്ത് ഒരു മൃഗത്തോട്, ഒരു പക്ഷിയോട് കർത്താവ് കൽപ്പിച്ച് പ്രവാചകന് ഭക്ഷണം ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി കൽപ്പിച്ച ആ പക്ഷിയെ പ്രവാചകന്റെ അരികിലേക്ക് അയച്ചതുപോലെ ദൈവത്തിന് നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ, നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത വ്യക്തികളെ ഉപയോഗിച്ച്, ചിലപ്പോൾ നമ്മുടെ ഓർമ്മയിൽ പോലും ഇല്ലാത്തവരുടെ ഓർമ്മകളിൽ നമ്മളെക്കുറിച്ചുള്ള ഓർമ്മ കൊടുത്തുകൊണ്ട്, നമ്മൾ ചിന്തിച്ചിട്ടില്ല, ചിലപ്പോൾ ഒത്തിരി നാളായിരിക്കും ഇങ്ങനെ ഒരു വ്യക്തി നിങ്ങൾ കണ്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകൾ പോലും ഇങ്ങനെ ഒരു ബന്ധുവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, പക്ഷെ നിങ്ങൾ മറന്ന ചില ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം പക്ഷേ ഒത്തിരി നാളെ കണ്ടുമുട്ടിയിട്ട്, അവരിലൂടെയൊക്കെ ദൈവത്തിന്റെ സഹായം നിങ്ങൾക്കരികിലേക്ക് വരുവാൻ അല്ലെങ്കിൽ കൊണ്ടുവരുവാൻ ദൈവത്തിന് സാധിക്കും. അൺയൂഷ്വലായിട്ടുള്ള ദൈവിക പ്രവർത്തികൾ സൗരങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്തിനാണ് ഈ പ്രിപ്പറേഷൻ ടൈമിലും ദൈവം നിങ്ങളോട് പറയുകയാണ്, നിങ്ങളെ ഞാൻ കരുതുന്നു, നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു, നിങ്ങളെ വലിയൊരു പദ്ധതിക്ക് വേണ്ടി ഞാൻ ഒരുക്കുകയാണ്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ജെറമ്യ 29:11 വചനം ചേർത്ത് നിർത്തണം. നമ്മളിങ്ങനെ നമ്മളോട് തന്നെ പറയണം, എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വലുതാണ്. എന്താ ജെറമ്യ 29:11 നമ്മൾ കാണുന്നത്? നിന്നെക്കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട്, അത് നിന്റെ നാശത്തിനല്ല, നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. അപ്പോൾ ഇന്ന് വല്ലാത്ത ഏകാന്തതയിലൂടെയും പ്രതിസന്ധിയിലൂടെയും കടന്നു പോകുന്നെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ദൈവം നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്നു. നിങ്ങളുടെയും അനേകരുടെയും അനുഗ്രഹത്തിനൊരു പദ്ധതി അവരുടെ ദൈവത്തിന്റെ ഹൃദയത്തിലുണ്ട്. അനേകരുടെ അനുഗ്രഹത്തിനാണ് ഒരു പദ്ധതി ഈശോയുടെ ഹൃദയത്തിലുണ്ട്. ഈ ഒരു സമയം എന്നുള്ളത് ദൈവം നിങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൂടിയുള്ള സമയമാണ്. നിങ്ങൾക്കറിയാത്ത ആപത്തുകളിൽ നിന്ന് തമ്പുരാൻ നിങ്ങളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സന്തോഷത്തോടെ, പ്രാർത്ഥനയോടെ ഈ കാലഘട്ടത്തെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നമുക്ക് അതിനെ നേരെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നമുക്ക് മുൻപോട്ട് പോയി വിജയിച്ച് മുൻപോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകും. ഈ പ്രതിസന്ധികളെ മറികടക്കുവാനുള്ള വലിയൊരു ഗ്രേസ് നല്ല ഈശോ ഇന്ന് അവിടുന്ന് പകരുന്നതിനായി നന്ദി പറയുന്നു. അവിടുത്തെ ആത്മാവിന്റെ ശക്തി ഈ സന്ദേശത്തിലൂടെ അനേക ദൈവമക്കളെ സമാശ്വസിപ്പിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമായി ഞങ്ങൾ നന്ദി പറയുന്നു. നിന്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. God bless you. Have a blessed day. Keep us also in your prayers. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ ആ ശക്തിയിൽ, കർത്താവിന്റെ ആത്മാവിന്റെ അഭിഷേകത്തിൽ നമുക്ക് ജീവിതത്തിൽ മുൻപോട്ട് പോകാം. God bless you.